ഹലോ ഹലോ. കവച്ചി, എന്തോ എന്താടോ? എന്തുറ്റി? എനക്കെന്ത് പറ്റാണ്? അല്ല, സംസാരത്തിൽ എന്തോ പോലെ. എന്തോലെ ഇപ്പം ഇടയ്ക്കല്ലേ ഉള്ളൂ വിളിയൊക്കെ, അതുകൊണ്ടാ. അതുകൊണ്ടാണോ സ്നേഹം കൂടിന്? ആയിരിക്കാം. ഉം. എന്ത്? അല്ല, പണ്ടത്തെ പോലെ ഒന്നല്ല, ഇത്തിരി സ്നേഹം കൂടിയ പോലെ ഉണ്ട്. അത് ഈ വിളിക്കാണ്ടിരുന്ന് വിളിക്കുമ്പോൾ എനക്കങ്ങനെ തോന്നുന്നതാ. ഇനിയിപ്പോൾ ചിലപ്പോ ഒരാഴ്ചയുടെ അങ്ങനെ ഇടയ്ക്ക് ഒരു ദിവസം ഇരിക്കും. വിളിക്കാം. അത് വേണ്ട. എന്തേ? അതൊന്നും ശരിയാവത്തില്ല. എന്നാലും തിരക്കിനിടയിൽ ഒരു 5 മിനിറ്റെങ്കിലും സംസാരിക്കണം. അതുകൊണ്ടല്ലേ ഈ 2 ദിവസം കൂടുമ്പോൾ ഇടയ്ക്ക് വിളിക്കണേ. അത് ഞാൻ ഇപ്പൊ ശരിയാക്കണുണ്ട്. എന്താണോ ചേച്ചി? എന്നെ എല്ലാ ദിവസവും വിളിക്കണം. എല്ലാ ദിവസവും വിളിക്കാൻ പറ്റാത്ത കാരണം ഞാൻ മുന്നേ പറഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കണം. എന്നാലും ഇടയ്ക്ക് വിളിച്ചു നോക്കും. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും വിളിക്കാമല്ലോ എന്ന് വെച്ച്. എന്നിട്ട് അവിടെ ഒന്നും കാണത്തില്ല. അത് കാണൂലല്ലോ, പറഞ്ഞല്ലോ. ആയിക്കോട്ടെ. എൻ്റെ വിശേഷം എന്താ? എനിക്കെന്ത് വിശേഷം? നമ്മളെ പതിവ് പരിപാടി തന്നെ. ഇപ്പം അടുത്ത് ഒരു കാര്യം അറിയാൻ പറ്റണില്ലേ? അതെങ്ങനെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റല്ലേ സംസാരിക്കുള്ളൂ, 2 ദിവസം കൂടുമ്പോ. എന്നാലും കാര്യം എന്താന്നൊക്കെ ഒന്ന് മെസ്സേജൊക്കെ ചെയ്തിടാമല്ലോ. അപ്പോൾ പിന്നെ സമയം പോലെയൊക്കെ ഇരിക്കുമ്പോൾ നോക്കാമല്ലോ. അങ്ങനത്തെ സമയം പോലെ ഇരുന്ന് കേൾക്കണ്ട, ആ സമയം ഉണ്ടെങ്കിൽ വിളിച്ചൂടെ? ആയിക്കോട്ടെ. എല്ലാം ഒന്നല്ലേ? അല്ല, ഒക്കെ രണ്ടാ. ഫോൺ വിളിക്കണതും മെസ്സേജ് അയക്കണതൊക്കെ രണ്ടാ. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? എനിക്കറിയില്ല. എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. അത് സാരമില്ല, ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ നോക്കട്ടോ. ആയിക്കോട്ടെ. അവിടുത്തെ വിശേഷമൊന്നും ഇപ്പോൾ പറയാറില്ല. എനിക്ക് എൻ്റെ വിശേഷം അറിയണ്ടേ? എൻ്റെ വിശേഷം എന്താണ് അത് പറയും. പ്രത്യേകിച്ച് എന്താ, അവിടെ ബോറടിച്ചിരിക്കുക. അത് തന്നെ ഏറ്റവും വലിയ വിശേഷം. അവിടെ ഉണ്ടല്ലോ. ഉണ്ട്. അതുകൊണ്ട് എനിക്ക് സമാധാനം. എപ്പോഴാന്ന് അറിയില്ല ദേഷ്യം വരുന്നു. ദേഷ്യം വന്നാൽ കൂടിപ്പോയ ഈ എൻ്റെ വീട് വരെ പോകും. അല്ല, പിന്നെ നിങ്ങളടുത്ത് പോയി ദേഷ്യം വന്നാ? എന്നാലും വേണ്ടിയില്ല. അതപ്പം നമുക്ക് നോക്കാം. എന്നെ കൊണ്ടുവന്നിട്ട് എന്നും പറ്റിക്കും. പറ്റിക്കത്തൊന്നുമില്ലല്ലോ, പറയാറല്ലേ ഉള്ളൂ. അതെ ഞാൻ പറഞ്ഞ പറ്റിക്കണമെന്ന് ഒരു ഇതല്ലോ. അത് സാരമില്ല, എന്നെങ്കിലും എല്ലാം ശരിയാവും. എല്ലാം ശരിയാവും എന്ന വിശ്വാസത്തോടെ ഞാൻ ജീവിക്കണം. അപ്പം ഞാനോ? ഈ ഉണ്ടെന്നുള്ള വിശ്വാസത്തില്ല ഞാൻ ജീവിക്കണം. ഉണ്ടെന്നൊരു ഇതുള്ള മാത്രമേ ഉള്ളൂ. പിന്നെന്താടോ അതിനൊരു കുറവ്? നിങ്ങളുടെ അടുത്തില്ലാലോ. അങ്ങനെ എന്നെ സങ്കടപ്പെടുത്തുന്ന കാര്യമൊന്നും പറയല്ലേ. ആകെ വിളിക്കുന്ന കുറച്ച് സമയം. വെറുതെ തല്ല് കൂടിയിട്ട് വെക്കാൻ നിൽക്കണോ വെച്ച്? വേണ്ട. അപ്പം പിന്നെ എൻ്റെ പൊന്നാര മോളെ, ഇല്ലാത്ത കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ നിൽക്കാണ്ട് നല്ല കാര്യം വല്ലതും പറയും. നല്ല കാര്യം പറഞ്ഞിട്ട് തല്ലുണ്ടാക്കാല്ലേ? എന്നാലും തല്ല് വിടല്ലേ കേട്ടോ. എന്നെ കൊണ്ട് തോറ്റിരിക്കുക ശരിക്കോ. ഞാൻ എന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി വിളിക്കുന്നുണ്ട്. ഒരു കാര്യം ചോദിക്കാണ്ട് പേഴ്സണലായിട്ട്. അതപ്പം ചോദിക്കാം ആച്ചി. അതങ്ങനെ ചോദിക്കുന്നല്ലേ രസം. ശരി, ആയിക്കോട്ടെ. ആയിക്കണ്ട.